നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുമി എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഗിരി, എന്താ ഗിരി? ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കുകയാണല്ലോ. ഗിരി ഇത് ആരെയും നോക്കുന്നേ? സുമി നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ. നമ്മളെ ആരും ഫോളോ ചെയ്യാൻ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നമ്മളെ ആര് ഫോളോ ചെയ്യാൻ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു സുമി. ഓ പിന്നെ ആരെങ്കിലും പോകുന്ന പോക്ക് ഗിരി ഒന്ന് നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിലും ഗിരിയെ കണ്ട ആരും നോക്കി പോയില്ലേ? എന്നെ പോലെ ഒരുത്തന് നിന്നെ പോലെ ഒരു പെണ്ണിനെ എങ്ങനെ കിട്ടി എന്ന് കരുതി നോക്കുന്നതാവും. ആണോ? ആവോ, ആയിക്കോട്ടെ. കോഴിക്കോടിന്റെ പ്രധാന രുചികളിൽ ഒന്നാണ് ഈ ഹോട്ടലും ഇവിടുത്തെ ബിരിയാണി. ഗിരിയെ പോലെ ഒരു ഭക്ഷണപ്രിയൻ കോഴിക്കോട് വരുമ്പോ ഇവിടുത്തെ രുചി മിസ്സാവരുന്ന എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഉച്ചഭക്ഷണം ഇവിടെ തന്നെ ആവാന്ന് ഞാൻ തീരുമാനിച്ചത്. താങ്ക് യു സുമി. ഇത്രയും രുചിയുള്ള ബിരിയാണി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, അറിയോ? വെജിറ്റേറിയൻ ആയ സുമി എങ്ങനെ ഇത്രയും രുചിയുള്ള നോൺ വെജ് കട കണ്ടുപിടിച്ചത്? ഞാൻ മാത്രമേ വെജിറ്റേറിയൻ ആയിട്ടുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല ഒന്നാന്തരം നോൺ വെജിറ്റേറിയൻ ആളുകളാ. പ്രത്യേകിച്ചും നമ്മുടെ ഐഷുവിനെ പോലുള്ള ആളുകള്. പണ്ട് കോളേജിൽ നിന്ന് ടൂറിനൊക്കെ വരുമ്പോ അവരുടെ കൂടെ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് ഗിരിയുടെ കൂടെ ഇവിടെ തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ എന്റെ സ്വാമി, നമിച്ചിരിക്കുന്നു. എന്തൊരു ഓർമ്മശക്തിയാണ്! പണ്ട് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ വന്ന ഓർമ്മ വെച്ച് ഈ ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്റെ പൊന്നു സുമി, നീ ഒരു സംഭവം തന്നെയാണ്. എന്റെ ഓർമ്മശക്തിയെ കണ്ണുവെക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട് സാർ ഞങ്ങളുടെ ഭക്ഷണം? കൊള്ളാം. സാറിനെ പോലെ വലിയ ഒരാൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാന്ന് തന്നെ ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ് സാർ. ഞാനിവിടെ വരാൻ കാരണക്കാരി എന്റെ ഭാര്യയാണ്. താങ്ക് യു മാഡം. യു ആർ വെൽക്കം. എന്തായാലും സാർ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിസിറ്റർ ഡയറിയിൽ എന്തെങ്കിലും എഴുതണം സാർ. ഉറപ്പായും എഴുതാം. താങ്ക് യു സാർ. താങ്ക് യു മാഡം. ശരി. പാവം, അയാൾക്കറിയില്ലല്ലോ ബിസിനസ് മാഗ്നറ്റ് ഗിരിജൻ നമ്പ്യാർ ഒരു വലിയ തീറ്റിപ്പണ്ടാരാണെന്ന്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിച്ചു തീർത്തോട്ടെ. ഓ, ഒന്ന് സമാധാനമായിട്ട് കഴിക്കാൻ സമ്മതിക്കും. ആകാശം. ഹലോ ആകാശ്. എന്തൊക്കെയുണ്ട് ഗിരി കോഴിക്കോട് വിശേഷങ്ങളൊക്കെ? നിങ്ങൾ രണ്ടുപേരും കൂടിട്ടേ അവിടെ ഇളക്കി മറിക്കുന്നു കേട്ടല്ലോ. ഞാനിപ്പോഴേ ഒരു ബിരിയാണി ഇളക്കി മറിച്ചോണ്ടിരിക്കുക ഇവിടെ. സത്യത്തിൽ നീയേ തിന്നാൻ വേണ്ടി പോയതാണോ കോഴിക്കോട്? എടാ, ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ സംസ്കാരം അറിയണമെങ്കിൽ അത് ആഹാരത്തിൽ കൂടെ മാത്രമേ സാധിക്കൂ. ഈ കാര്യങ്ങൾ നിനക്കറിയില്ല? ഇതൊക്കെ നിന്നെ ആരെ പഠിപ്പിച്ച്? സത്യം പറഞ്ഞ ഗിരിധര നമ്പ്യാർ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? എന്തായാലും സുമിതരെ കൂടെ കൂടിയതിനു ശേഷം നിനക്ക് ഇച്ചിരി വിവരം വെച്ചിട്ടുണ്ട്. ആ ക്രെഡിറ്റ് വാക്ക് തന്നെ. ശരി, നീ വിളിച്ച കാര്യം പറ. അതെ, നിങ്ങളുടെ ഈ ആഘോഷത്തിനിടയില് നമുക്ക് കോഴിക്കോട് ചെയ്യേണ്ട കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഇത്തിരി സമയം കണ്ടെത്തണം. നീ കാര്യം പറ. അവിടെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവരുമായി നമ്മുടെ കമ്പനിക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ചർച്ചയാണ്. ഞാനതൊന്ന് സുമിയോട് കൂടി ചോദിച്ചിട്ട് പറയാം. സുമി, ഇതിനിടയില് ഒരു ഓഫീസ് മീറ്റിംഗ് പ്ലാൻ ചെയ്താൽ കുഴപ്പമില്ലല്ലോ? എന്ത് കുഴപ്പം? അതും ഇതിന്റെ ഇടയിൽ കൂടെ നടക്കട്ടെ. എടാ, സുമി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴാന്ന് വെച്ചാ മീറ്റിംഗ് ഫിക്സ് ചെയ്തോ? ശരി സാറേ, അങ്ങനെ ആവട്ടെ. ഓക്കെ. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ടുള്ള മീറ്റിംഗാ. സുമിയും വരണം.
സാർ ഇനി എന്തെങ്കിലും അതെ, ഒരു ബിരിയാണി കൂടെ വേണം. കൊണ്ടുവരാം സാർ. താങ്ക്സ്. എന്താ ഗിരിയുടെ ഉദ്ദേശം? ഇപ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റൂ. കോഴിക്കോട് വിട്ടാ പിന്നെ ഇതൊക്കെ എവിടെ കിട്ടാൻ? എങ്ങനെയുണ്ട് അവരുടെ കോഴിക്കോട് ട്രിപ്പ്? ഗിരിയുടെ മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവനിപ്പോ ഒഫീഷ്യൽ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന പോലെ സുമതിയോട് ചോദിച്ചിട്ടാ. അതാണ് പെണ്ണിന്റെ മിടുക്ക്. അക്കു നോക്കിക്കോ, അധികം താമസിക്കാതെ അവര് മാതൃകാ ദമ്പതികളായിട്ട് മാറും. മാതൃകാ ദമ്പതിമാരാവാനേ അവര് നമ്മളെ കണ്ടാണല്ലോ പഠിക്കുന്നേ. എന്താ പറഞ്ഞേ? മാതൃകാ ദമ്പതിമാരോ? നമ്മളോ? അയ്യടാ, അതിനെ എന്റെ അക്കു ഒന്നുകൂടെ ഒന്ന് നേരെയാവാനുണ്ട്. ചായ. ഇതെന്താ പതിവില്ലാത്തൊരു ചായ സൽക്കാരം? ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? ഏട്ടത്തി പുറത്തുപോലും പോകാതെ ഇവിടെ റൂമിലിരുന്ന് ബോറടിക്കല്ലേ, അപ്പൊ ഒരു ചായ തരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ചായ തന്നല്ലോ, പിന്നെന്തിനാ ഇവിടെ നിന്ന് താളം ചവിട്ടുന്നേ? എനിക്ക് എന്റെ തടി രക്ഷിക്കണമെങ്കിലേ കുറച്ചൊക്കെ താളം ചവിട്ടിയല്ലേ പറ്റൂ. എനിക്ക് ഏടത്തിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഞാനന്ന് ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയില്ലേ, അത് നിതീഷേട്ടനെ കാണാൻ തന്നെയായിരുന്നു. പക്ഷെ അതിവിടെ വീട്ടില് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ കള്ളം പറഞ്ഞത്. അങ്ങനെ കള്ളത്തരം കാണിച്ച് നിതീഷേട്ടന്റെ കൂടെ പോയത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാമോ നന്ദു? എന്തായാലും പറ്റിപ്പോയി. ഏട്ടത്തി അത് വിട്ടു കളഞ്ഞേക്ക്. ഇനിയിപ്പോ അതെല്ലാവരോടും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ ആള് കൊള്ളാലോ, തെമ്മാടിത്തരം കാണിച്ചിട്ട് കൂളായി നിന്ന് പറയുന്ന കണ്ടില്ലേ ഞാൻ വിട്ടുകളയണോന്ന്. നീ എന്നോട് ചെയ്തതൊക്കെ ഓർക്കുമ്പോ ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല നന്ദു. അങ്ങനെയൊക്കെ എന്നോട് കാണിച്ച് നിന്നോട് പൊറുക്കാനും ക്ഷമിക്കാനുമേ ഞാൻ മഹാത്മാഗാന്ധി മദർ തെരേസയൊന്നും അല്ല. എന്റെ പ്രഗ്നൻസി കാര്യം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ ഇത്രയധികം വട്ടം കറക്കിയതേ നീ ഒറ്റൊരുത്തിയ. അങ്ങനെയുള്ള നിനക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരായുധവും ഞാനങ്ങ് വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏട്ടത്തി അങ്ങനെ എന്നെ ദ്രോഹിക്കാനായി ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്കും ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വരും. പറയാനുള്ളതെല്ലാം നീ ഇതിനകം തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എന്താ നിനക്ക് പുതിയതായി പറയാനുള്ളത്? ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ശരിയാ. എന്നാൽ ആ പ്രഗ്നൻസി ഏട്ടത്തി രഹസ്യമായി അബോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കട്ടെ. എന്തേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എന്ത് അനാവശ്യം ഈ വിളിച്ചു പറയുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.